ഈ ഡിലേ പോണ്ട് ഉണ്ട് എന്നാണ്. ഡിലേ പോണ്ട് ഉണ്ട്. ഡിലേ പോണ്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച വെള്ളം ശേഖരിച്ച് അവിടുന്ന് ശുദ്ധീകരിച്ച വെള്ളമാണെങ്കിൽ ഇവരെന്തിനാണ് തിരിച്ച് പുഴയിലേക്ക് വിടുന്നത്? പുഴയിലേക്ക് വിടുന്നതിൻ്റെ താഴെ നിന്ന് ഇവരാരെങ്കിലും വെള്ളം എടുക്കുന്നുണ്ടോ കമ്പനിയുടെ ആവശ്യത്തിന്? ഇല്ലല്ലോ. പുഴയിലേക്ക് വിടുന്നതിൻ്റെ മുകളിൽ നിന്ന് വെള്ളമെടുത്ത് മലിനീകരിച്ച് കുഴലുകൾ, ഇപ്പോൾ ഒരു കുഴലും പെരിയാറിലേക്ക് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ലടോ ശ്രീ കെ.എൻ. ഗോപിനാഥ് സഖാവ് പറയില്ല. ഇഷ്ടം പോലെ കുഴലുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നാളെ മാധ്യമ സംഘത്തിൻ്റെ മുൻപിൽ പോയി നമുക്ക് ചെയ്യാം. ഓരോ കമ്പനിയുടെയും കുഴലുകൾ അവിടെയുണ്ട്. ആ കുഴലുകളിലൂടെ വരുന്ന വെള്ളം നല്ലതാണോ, അത് കെമിക്കൽ ഉണ്ടോ എന്നറിയാൻ ഒരു സംവിധാനവും ഇന്നില്ല. അതുമാത്രമല്ല, ഡിലേ പോണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ കാണിക്കാനുള്ള ഒരു സംവിധാനമാണ്, അല്ലാതെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനമല്ല. ഞാൻ പല കമ്പനികളെ കുറിച്ച്, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, സംവിധാനമല്ല. അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നേരത്തെ അഭിലാഷ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് 135 കോടി രൂപ ആദായ നികുതി റിട്ടേണിൽ ഞങ്ങൾ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്ന, ചില ആളുകൾക്ക് കൊടുത്തു എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് എന്ന വളരെ ലളിതമായ ചോദ്യമുണ്ട്. അത് ഇതൊക്കെ തന്നെയാണ് കാരണം. അത് മണലെടുക്കാനായാലും പെരിയാർ മലിനീകരിക്കാനായാലും. ഇനി രണ്ടാമത്തെ വിഷയം, ഇതിന് പടിഞ്ഞാറ് വശത്ത് എങ്ങനെയാണ് രാസമാലിന്യം വന്നത്? രാസമാലിന്യം വന്നില്ല, ഡിസോൾഡ് ഓക്സിജന്റെ കുറവാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, വലിയ തോതിൽ വെള്ളം ഒന്നിച്ചൊഴുകി പോകുമ്പോൾ ഡിസോൾഡ് ഓക്സിജന്റെ പ്രശ്നം അല്ല ഉണ്ടാവുക. രാസമാലിന്യങ്ങളില്ല എങ്കിൽ ഈ മത്സ്യങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ വിഷമുണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കാക്ക പോലും ആ മത്സ്യം തിന്നാത്തത്? അതിൽ വിഷത്തിന്റെ അംശമുണ്ട്. ഡിസോൾഡ് ഓക്സിജന്റെ കുറവ് കൊണ്ട് വിഷത്തിന്റെ അംശം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ കെമിക്കലുണ്ട്. നമ്മളവിടെ മുമ്പ് കണ്ടിട്ടുള്ളതാണ് 110 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന അതിഭീകരമായ മാലിന്യങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ കുഴിക്കണ്ടം തോട് പോലെയുള്ള സ്ഥലങ്ങളിൽ ആദ്യത്തെ മഴ പെയ്താൽ അതൊലിച്ച് പെരിയാറിലേക്ക് വരും. അത് പെരിയാറിൽ കിടക്കും. അത് എവിടെയെങ്കിലും കൂടും. അവസാനം വന്ന് പാതാളം ബണ്ടിലടിയും. പാതാളം ബണ്ട് തുറന്നാൽ അത് താഴേക്ക് നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോരാപ്പോഴേക്കും അവിടേക്കൊക്കെ പോവും. പ്രശ്നം അത് തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ആ സംവിധാനം ഇല്ല എങ്കിൽ ഇപ്പോൾ മാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഇപ്പോൾ കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റിലേക്ക് പോകുന്നുണ്ടോ? വലിയ വൻകിട പ്ലാന്റുകളുടെയാണോ ചെറിയ പ്ലാന്റുകളുടെയാണോ? ഞാൻ ചോദിച്ച ഒരു സംഭവം കൃത്യമായി പറഞ്ഞല്ലോ അഭിലാഷേ. ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി ചിന്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അയാൾക്ക് നേരിടേണ്ടി വന്ന അനുഭവം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഡയറക്ടറും MDയും ആളുകളൊക്കെ വിളിച്ച് അയാളെ തെറി പറഞ്ഞ അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ മാതൃഭൂമി ചാനലിന് പോയി അദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡോക്യുമെൻ്റും ഉണ്ട്, ത്രിദീപ് കുമാർ. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ചെയ്യണമെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ശേഷിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അവർക്ക് ശേഷി കൊടുക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി എങ്ങാൻ അവർ ശേഷിയോടുകൂടി അത് ചെയ്താൽ അവരെ അതിൽ അനുവദിക്കില്ല. ഞാൻ പറയുന്നത്, നമ്മൾ വ്യവസായം ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. മലിനീകരണ സംവിധാനം സീറോ ഡിസ്ചാർജ് വേണം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിപ്പോൾ മത്സ്യങ്ങൾക്കാണെങ്കിൽ നാളെ മനുഷ്യർക്കുണ്ടാവും, വരാനിരിക്കുന്ന മുഴുവൻ തലമുറകൾക്കുണ്ടാവും. മൂന്ന് സാറ് പറഞ്ഞ പോലെ ഇത് ഭൂഗർഭ ജലത്തിലേക്ക് പോയിട്ടുണ്ടാവും, ഇത് കുളങ്ങളിലേക്കും കിണറുകളിലേക്കും ഒക്കെ പോയിട്ടുണ്ടാവും. നാളെ ഏത് വെള്ളത്തിലും വരാം. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ശാസ്ത്രീയമായ ഒരു കാര്യം പറഞ്ഞാൽ അത് പേടിപ്പിക്കാനല്ല. കാലാവസ്ഥാ മാറ്റത്തെ പറഞ്ഞ് 20 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിപ്പിക്കരുതെന്നാണ് പറഞ്ഞ്. ഇപ്പൊ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരന്തം ഞാൻ ഇവിടെ ഇരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊക്കെ കൊച്ചിയിലുള്ള ആളുകൾ. എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടുത്താനല്ല, നമുക്ക് മുൻകൂർ നടപടികൾ സ്വീകരിക്കാനാണ്. റിവർ അതോറിറ്റിയോ ഏത് അതോറിറ്റി വേണി വരട്ടെ. പക്ഷേ വെള്ളം, പുഴ പൊതു സമ്പത്താണ് എന്നും മത്സ്യം അത് ഉപജീവന മാർഗമാണ് എന്നും വായു സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുമുള്ള നിയമമെങ്കിലും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ വലിയ ദുരന്തമാണ്. ഇപ്പോൾ ബ്രഹ്മപുരത്തിൻ്റെ കാര്യം പറഞ്ഞു. ബ്രഹ്മപുരം നമ്മൾ നന്നായി അനുഭവിച്ചു. അതേപോലെ തന്നെ അവിടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒന്നാം പ്രതിയാണ്. ഇവിടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതിനെ നയിക്കുന്നവരും പ്രതികളാണ്. ഏത് പാർട്ടിയാണെന്നല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ 30 കൊല്ലമായി സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും പാർട്ടികളൊക്കെ മാറിയിട്ടുണ്ടാവാം. പക്ഷേ പെരിയാർ അതിനെ ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കും. ഒരു കൂടി 2018-ലെയും 19-ലെയും പ്രളയത്തിൽ അവിടെ കെട്ടിയിരുന്ന മിക്കവാറും എല്ലാ മാലിന്യങ്ങളും കുത്തിയൊലിച്ചു പോയതാണ്. ഇത് അതിന് ശേഷം ഉണ്ടായതാണെന്ന് ആലോചിക്കണം. ഇത് അതിന് ശേഷമുണ്ടായ മാലിന്യങ്ങളാണ്. 18-ലും 19-ലും കഴിഞ്ഞ് അതിന് ശേഷം വന്ന രാസമാലിന്യങ്ങളാണ് എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കുന്നു.